ആരാധനയും വൈവിധ്യമാർന്ന അനുഷ്ഠാനങ്ങളുമായി നടക്കുന്ന കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ ദർശന പുണ്യം തേടി ലക്ഷക്കണക്കിന് ഭക്തരാണ് ദിനംപ്രതി എത്തുന്നത്. വൈശാഖ മഹോത്സവ സമയത്ത് മാത്രം ഭക്തർക്ക് ദർശനം ലഭിക്കുന്ന കൊട്ടിയൂരിലെ ആചാരങ്ങളും ആരാധനാ രീതികളും വ്യത്യസ്തമാണ്. ക്ഷേത്രം സന്ദർശിക്കുന്നതിന് മുൻപും ശേഷവും ഭക്തർ പാലിക്കേണ്ട ചിട്ടവട്ടങ്ങളും സന്ദർശന ക്രമങ്ങളും കേരള ഓൺലൈൻ ന്യൂസിനോട് പങ്കുവയ്ക്കുകയാണ് കോഴിക്കോട്ടിരി തന്ത്രി കുടുംബത്തിലെ ഇളം തലമുറക്കാരനായ തന്ത്രി സദ്യോജാതൻ നമ്പൂതിരിപ്പാട്. ഒരു മഹായാഗം നടത്തുമ്പോൾ എന്തെല്ലാം ഒരുക്കങ്ങളാണോ നടത്തുക, അതൊക്കെയാണ് കൊട്ടിയൂരിൽ ഉത്സവകാലത്തും അനുവർത്തിക്കുന്നത്. നാനാജാതിക്കാരുടെ പങ്കാളിത്തം, അവർക്കെല്ലാം ഓരോ ചുമതലകൾ, വ്യത്യസ്ത സ്ഥാനപ്പേരുകൾ, പ്രത്യേകം കയ്യാലകൾ എന്നിവ കൊട്ടിയൂരിന്റെ മാത്രം പ്രത്യേകതയാണ്. ഉത്സവകാലത്ത് മാത്രമേ അക്കരെ ദേവസ്ഥാനത്തേക്ക് ആളുകൾക്ക് പ്രവേശനമുള്ളൂ. തൊട്ടുകൂടായ്മയോ തീണ്ടിക്കൂടായ്മയോ ഇല്ലാതെ ഹിന്ദു വിഭാഗത്തിലെ എല്ലാ വിഭാഗം ആളുകളും ചേർന്ന് നൂറ്റാണ്ടുകളായി നടത്തിവരുന്ന ഇതുപോലൊരു ഉത്സവം മറ്റെവിടെയുമില്ല. മറ്റു ക്ഷേത്രങ്ങളുടേതുപോലെ തലയെടുപ്പുള്ള കെട്ടിടമോ കൊത്തുപണികളുള്ള ചുറ്റമ്പലമോ ഒന്നുമില്ലാത്ത അക്കരെ കൊട്ടിയൂരിൽ പ്രകൃതി തന്നെയാണ് ഈശ്വര സാന്നിധ്യം. തോടുകൾ കടന്നു കയറുന്ന രീതിയിലാണ് ഭക്തർ യാഗശാലയിൽ പ്രവേശിക്കുക. പുഴ പോലും പ്രദക്ഷിണം ചെയ്യുന്ന പുണ്യഭൂമിയായ കൊട്ടിയൂരിൽ സ്വയംഭൂവായ പരമശിവനെയും പാർവതിയെയും വലം വെച്ച് ബാവലിപ്പുഴയൊഴുകുന്നു. കുളിരണിയുന്ന സഹ്യനിൽ തഴുകി ഒഴുകിയെത്തുന്ന ജലകണങ്ങളിൽ പാദം സ്പർശിച്ച് പരമശിവനെ ദർശിക്കുമ്പോൾ ഏതൊരു ഭക്തനും സായുജ്യമടയും. വൈശാഖ മഹോത്സവത്തിന് മാത്രം 28 ദിവസമാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എത്തുന്ന ഒരു ഭക്തന് അത് എങ്ങനെ ഇവിടെ ആദ്യം തൊഴണം, അതിൻ്റെ ഒരു രീതികളുണ്ടല്ലോ. ഒരു മിക്കവാറും ആൾക്കാർക്ക് അതിനെ പറ്റിയിട്ട് വലിയൊരു ധാരണയില്ല. ഇക്കരെ കൊട്ടിയൂർ അക്കരെ കൊട്ടിയൂർ എന്ന് 2 അമ്പലങ്ങളുണ്ട്. അക്കരെ കൊട്ടിയൂർ എന്നറിയപ്പെടുന്ന ഈ വൈശാഖ മഹോത്സവം 28 നാൾ നടക്കുന്ന ക്ഷേത്രം. ഇവിടെ ഉത്സവം എന്ന് പറയുന്നതിനുപരി ഒരു യജ്ഞോത്സവം അല്ലെങ്കിൽ ഒരു യാഗ സമ്പ്രദായമുണ്ടെന്ന് പറയുന്നതാണ് ശരി. ഇവിടെ വരുന്ന ഭക്തർ ആദ്യം തൊഴേണ്ടത് ആ മണിത്തറയിൽ നാളത്തിലുള്ള സ്വയംഭൂവിലാണ്. അപ്പോൾ അതിനുള്ള ദർശനത്തിനുള്ള സംവിധാനങ്ങളിലൂടെ ചെന്ന് അവിടെ തൊഴാം. അവിടുന്ന് തന്നെ ഇപ്പോൾ പ്രസാദം ലഭിക്കും, തീർത്ഥം ലഭിക്കും. തൊട്ടുമാറി അവിടുന്ന് ചന്ദനവും ലഭിക്കുന്നതാണ്. പിന്നെ ഇവിടെ തൊഴാൻ ക്യൂ നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കായിട്ട് സൗകര്യമായിട്ടാണ് ഈ തിരുവഞ്ചിറയിലൂടെ പ്രദക്ഷിണം വായിച്ച് പോകുമ്പോൾ വാളറയുടെ മുമ്പിലെത്തിയാലും ഇതേ മണിത്തറയിൽ കുറച്ച് ദൂരത്ത് നിന്ന് നമുക്ക് ദർശനം ലഭിക്കും. അങ്ങനെ ആദ്യം മണിത്തറയിൽ തൊഴുത ശേഷം പ്രദക്ഷിണമായി ഈ തിരുവഞ്ചിറയിൽ കൂടെ, അതായത് 4 പുറമുള്ള വെള്ളത്തിനെ പറയുന്നതാണ് തിരുവഞ്ചിറ. ഈ തിരുവഞ്ചിറയിൽ കൂടെ ചെന്ന് ആ ഭണ്ഡാരമറ അല്ലെങ്കിൽ വാളറ എന്നതിന് അവിടെയാണ് ഈ ചപ്പാരം ഭഗവതിയുടെ വാളുകളും മുതിരേരിയിൽ നിന്ന് കൊണ്ടുവരുന്ന വാളും വെച്ച് അവിടെയാണ് പൂജ. ആ വാളറയിൽ തൊഴാം. ആ വാളറയിൽ തൊഴുന്ന കൂട്ടത്തിൽ തന്നെ അവിടുന്ന് നോക്കിയാൽ മണിത്തറയും തൊഴാം. അങ്ങനെ വാളറയിൽ തൊഴുത വീണ്ടും പ്രദക്ഷിണമായി പോയാൽ, അതായത് അമ്മാറക്കൽ തറ എന്നറിയപ്പെടുന്ന ഭഗവതിയുടെ തിടമ്പുണ്ട്, അവിടെയും തൊഴുതാം. അങ്ങനെ പ്രദക്ഷിണം വെച്ച് തൊഴുത് പ്രാർത്ഥിച്ച് പോവുകയാണ് ആ ഒരു സമ്പ്രദായം. ഇനി അതല്ല വഴിപാട് വല്ലതും അധികം വേണമെങ്കിൽ സ്വർണ്ണക്കുടം വെള്ളിക്കുടം എന്നറിയപ്പെടുന്ന 2 വഴിപാടുകളുണ്ട്. പുഷ്പാഞ്ജലി റെസീറ്റ് ആക്കാം. അങ്ങനെ അനവധി വഴിപാടുകൾ പിന്നെ സാധാരണ നെയ്പായസങ്ങളൊക്കെ വഴിപാട് കൗണ്ടറിൽ ലഭ്യമാണ്. അങ്ങനെയെല്ലാം തൊഴുത് പ്രാർത്ഥിച്ചു പോകുന്നതാണ്. കൊട്ടിയൂരിൽ സാമ്പ്രദായികമായി വാമപ്രദക്ഷിണമാണ് അനുസരിക്കുന്നത്. ഇത് മറ്റു ക്ഷേത്രങ്ങളിൽ കാണുന്ന ദക്ഷിണ പ്രദക്ഷിണത്തോട് വ്യത്യസ്തമാണ്. ശ്രീചക്ര മധ്യത്തെ സൂചിപ്പിക്കുന്ന മണിത്തറയും അതിനരികിലെ അമ്മാറക്കൽ തറയും ചുറ്റും ഉയർന്നു നിൽക്കുന്ന ഓലയും ഓടയും മാത്രം ഉപയോഗിച്ചുണ്ടാക്കിയ താൽക്കാലിക പർണശാലകളും പഴമയുടെ പെരുമ വിളിച്ചോതുന്നു. മണിത്തറ എന്നത് സ്വയംഭൂവാണ്. അതായത് പെരുമാളുടെ സ്വയം ഉത്ഭവിച്ചത് എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ എന്ന് വിശ്വസിക്കപ്പെടുന്ന സ്വയംഭൂ ആയിട്ടുള്ള ശിവലിംഗമാണ് അവിടെയുള്ളത്. അതുപോലെ തന്നെ അമ്മാറക്കൽ തറ എന്നത് ശിവപത്നിയായിട്ടുള്ള ഗൗരി ദേവി അല്ലെങ്കിൽ പാർവതി ദേവിയുടെ സങ്കല്പമാണ് അമ്മാറക്കൽ തറയിലുള്ളത്. അവിടെ പീഠത്തിൽ ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളിച്ച് വരുന്ന തിടമ്പ് അല്ലെങ്കിൽ ബലിബിംബം അവിടെ വയ്ക്കും. അവിടെയാണ് 28 നാൾ ആ അമ്മാറക്കൽ തറയിലാണ് പൂജകളെല്ലാം പതിവ്. പിന്നെ വാളറ എന്നുള്ള അറിയപ്പെടുന്ന ഒരു ഭണ്ഡാരറിയും വാളറിയും കൂടിയിട്ടൊരു അറയുണ്ട്. അവിടെയാണ് ഈ ചപ്പാരം ഭഗവതിയുടെ 3 വാളുകളും നെയ്യാട്ടത്തിൻ്റെ അന്ന് എഴുന്നള്ളിച്ച് വരുന്ന മുതിരേരി വാളും വീരഭദ്രൻ്റെ വാൾ എന്ന സങ്കല്പത്തിലുള്ള വീരഭദ്രൻ്റെ വാൾ ആയിട്ടുള്ള മുതിരേരി വാൾ വെച്ച് അവിടെയാണ് പൂജ നടക്കുക. അത് വാളച്ചൻ എന്നറിയപ്പെടുന്ന
സ്ഥാനികൻ അവിടെ പൂജിക്കും. ബാക്കി ഇവിടെ സാധാരണ നമ്മൾ തന്ത്രിയും മറ്റുള്ള അടിയന്തരക്കാരും കൂടിയിട്ടാണ് ഇവിടെ മണിത്തറയിലും പൂജിക്കുക. അമ്മാറക്കൽ പൂജിക്കാൻ അവകാശം പടിഞ്ഞീറ്റ നമ്പൂതിരിയാണ്. അദ്ദേഹമാണ് അമ്മാറക്കൽ ഭഗവതിയുടെ പൂജയും കാര്യങ്ങളെല്ലാം നോക്കുന്നത്. ഇവിടെ പെരുമാൾ ശിവനാണെങ്കിലും ഭക്തർ വൈഷ്ണവ നാമങ്ങൾ ഉരുവിടുന്നുവെന്ന പ്രത്യേകതയുമുണ്ട്. ഗോവിന്ദനാമ സങ്കീർത്തനങ്ങളാൽ മുഖരിതമാകുന്ന ഓരോ നിമിഷവും ഒരു പ്രത്യേക അനുഭൂതി തന്നെയാണ്. ഇവിടുത്തെ പൂജകളും ആചാരങ്ങളും പാരമ്പര്യങ്ങളുമെല്ലാം പരമ്പരാഗത രീതിയിലാണ്. അതിനെല്ലാം അവരുടേതായിട്ടുള്ള ഓരോ നമ്പൂരിമാർ അവർക്ക് അവകാശപ്പെട്ടവരുണ്ട്. ഉഷക്കാമ്പറം, മന്ദിരടിക്കാമ്പറം. അത്താഴ പൂജ കഴിക്കുന്നത് തന്ത്രിയാണ്. 2 തന്ത്രിയുണ്ട്, കോഴിക്കോട്ടരി നന്ദിയാർവള്ളിയും. അങ്ങനെ കോഴിക്കോട്ടരിയാണ് ആദ്യത്തെ അത്താഴ പൂജ തുടങ്ങുക. പിന്നെ ഒന്നരാടമായിട്ട്, അതായത് ചിലപ്പോൾ രാവിലത്തെ ഉഷപ്പൂജ ചിലപ്പോൾ രാത്രി 6 മണിക്കൊക്കെയാവും നടക്കുക, അല്ലെങ്കിൽ സന്ധ്യയ്ക്ക് 6 മണിക്കാവും നടക്കുക. സാധാരണ അമ്പലത്തിൽ നമുക്ക് 5:30 to 6:30 ഉഷപ്പൂജയാണെന്നോ അതല്ലെങ്കിൽ 7:30 to 8:30 ഉഷപ്പൂജയാണെന്നോ അങ്ങനെ ഒരു കണക്കുണ്ടാവും. ഉച്ചപൂജ 11 മണിക്കാണ്. ഇവിടെ അങ്ങനെ കണക്കില്ല. സമയം ബന്ധിതമായിട്ടല്ല, ക്രിയകളാണ് പ്രധാനം, സമയമല്ല. അപ്പം ഓരോ ദിവസം ഓരോ വിശേഷ പൂജകൾ വന്നാൽ അതിനനുസരിച്ച് പിറ്റേ ദിവസത്തെ പൂജകൾ വൈകും. കാലം എത്ര കഴിഞ്ഞാലും തലമുറകളെ കോർത്തിണക്കുന്ന കണ്ണികളായി ഇവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ വർത്തിക്കുന്നുവെന്നതാണ് കൊട്ടിയൂരിനെ വേറിട്ട് നിർത്തുന്നത്.